കടന്നമാവ് വരട്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് വയ്യ. ഞാൻ ഞെട്ടിപ്പോയി. കടലമാവോ? നമ്മൾ ഈ ഷേവ് ചെയ്യോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് ട്രിം ചെയ്യോ ചെയ്യുമ്പോൾ ഹെയർ റൂട്ടിലൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകും. വെച്ചിട്ട് എന്തെങ്കിലും നമ്മളെ കുളിക്കാൻ നേരത്ത് വാഷ് ചെയ്യുക, അല്ലാത്ത സമയത്ത് വെറുതെ ഇടുക എന്നുള്ളത്. ഗുഡ് ടച്ച് ബാഡ് ടച്ചിന്റെ കാര്യങ്ങൾ അറിയാം. പക്ഷെ പിള്ളേർക്ക് അതിൽ കൂടുതൽ നോളജ് ഉണ്ട്. +2 പഠിക്കുന്ന, അതായത് എന്റെ മോനും അവരുടെ ഫ്രണ്ട്സ് സംസാരിക്കുന്ന പോലെയൊക്കെ വന്നിരുന്ന് കൂളായിട്ടിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വീഡിയോ ഗെയിം ഒക്കെ കളിച്ചുകൊണ്ട് ഒരു പെങ്കൊച്ചു വന്നു സ്കാൻ ചെയ്യാനായിട്ട്. അപ്പൊ അത്രയും സീരിയസ്നെസ് അവർക്ക് അതിനകത്ത് ഉള്ളൂ. കുട്ടികളെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം, ഹെൽത്തി എന്തൊക്കെ ഇഷ്യൂസ് വരാം, HIV വരാം, ഹെപ്പറ്റൈറ്റിസ് ബി വരാം, ഈ കോൺടാക്റ്റിലൂടെ എന്തൊക്കെ ഇൻഫെക്ഷൻസ് വരാം, പ്രഗ്നൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊരു മെന്റൽ ട്രോമയാണ് അത്. നോർമൽ ഡെലിവറിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ബ്ലീഡിങ് കൂടാം, ചിലപ്പോൾ ഈ ഹെഡ് വന്നിരുന്നത് താഴോട്ട് ഇറങ്ങാതിരിക്കാം. ലേഡിയുടെ കോൺഫിഡൻസ് വലിയൊരു ഫാക്ടറാണ് നോർമൽ ഡെലിവറിക്ക് എത്തിക്കാനായിട്ട്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇവന്റ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു നോർമൽ ഡെലിവറിനെയാണ് നമ്മൾ സുഖപ്രസവം എന്ന് ഇത്രയും കാലം വിളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. എല്ലാവരും പറയുന്നുണ്ടല്ലോ അതിൽ സുഖം എന്ന് വിളിക്കാനൊന്നും ഇല്ലാതോ. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് പ്രസവം, സുഖപ്രസവം, പെയിൻലെസ് പ്രസവം, പ്രസവമുറി, പ്രസവമുറിയിലെ അന്തരീക്ഷം. ഇത്രയൊക്കെ കേൾക്കുമ്പോഴും നമുക്കിപ്പോഴും പല സംശയങ്ങളും പല തെറ്റിദ്ധാരണകളും ബാക്കിയുണ്ട്. ഇന്ന് ഈ വിഷയം തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ദിവ്യ ജോസ് ആണ് കൂടെ ചേരുന്നത്. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു നിഷ. മാം, 2012 ശ്വേതാമേനോന്റെ പ്രസവം നടക്കുമ്പോഴാണ് നമ്മളൊരു പ്രസവത്തെ പറ്റി ഒരു വ്യാപകമായ സംസാരം നടക്കുന്നത്, പലതരത്തിലുള്ള ഡിസ്കഷൻ നടത്തുന്നത്. പിന്നെ ഏതാണ്ടൊരു ദശാബ്ദം കഴിഞ്ഞപ്പോൾ ദിയ കൃഷ്ണയുടെ പ്രസവം വന്നപ്പോഴാണ് വീണ്ടും പ്രസവം ചർച്ചകളിൽ നിറയുന്നത്. നമ്മുടെ ലോകത്തിന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ഒരു വിഷയത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണോ, അല്ലെങ്കിൽ എത്രമാത്രം മാറിയിട്ടുണ്ടെന്നാണ് മാം കരുതുന്നത്? പോസിറ്റീവായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊന്നും ആൾക്കാർ ചോദിക്കില്ലായിരുന്നു, ഹസ്ബൻഡ്സ് ചോദിക്കില്ലായിരുന്നു ഞാൻ കൂടെ കയറിക്കോട്ടെ, വൈഫിൻ്റെ കൂടെ കയറിക്കോട്ടെ എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഒരു ലേബർ റൂമിൽ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ചും ഫസ്റ്റ് പ്രഗ്നൻസി ആകുമ്പോൾ ഒന്നും തന്നെ അറിയില്ല, അതെങ്ങനെയായിരിക്കും, നമുക്ക് പരിചയമുള്ള ആരും കൂടെ ഇല്ല, അതൊക്കെ ഒരുപാട് ഒരു ഫിയർ അല്ലേ എപ്പോഴും ലേഡീസിന്. അപ്പോൾ പരിചയമുള്ള, അതായത് ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ കൂടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു സപ്പോർട്ടാണ്. പ്രത്യേകിച്ചും എളുപ്പമുള്ള ഒരു കാര്യമല്ലോ, സുഖമായ ഒരു രീതി അല്ലല്ലോ പ്രസവം എന്ന് പറയുമ്പോഴും സുഖമല്ലല്ലോ. അപ്പൊ ആ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ കൂടെയുള്ള ഒരാള് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് നടുതിരുമ്പി തരാനോ ഒന്ന് കൈപിടിക്കാനോ, കുഴപ്പമില്ല ഇതിപ്പോ മാറിക്കോളും വേഗം കഴിയുന്നൊക്കെ ഒന്ന് റീഅഷ്യൂർ ചെയ്യാനോ ഒക്കെ ഉള്ളത് ഭയങ്കര ഒരു ഹെൽപ്പാണ്. അപ്പോ ആ ഒരു പ്രോബ്ലി ഇങ്ങനെയുള്ള ഒരു ഡെലിവറി ഇത്ര ബുദ്ധിമുട്ടാണെന്നും ഡെലിവറി ഇങ്ങനെ സമയം എടുക്കുന്നു എന്നുള്ള വേറെ രസം വന്നുകൊണ്ടായിരിക്കാം ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞങ്ങളും കൂടെ കയറിക്കോട്ടെ, വൈഫിന്റെ കൂടെ കയറിക്കോട്ടെ. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നും എല്ലാവരെയും ഉൾപ്പെടുത്തിയല്ല ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. യൂഷ്വലി ഹസ്ബൻഡ്സ് ആണ് കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നവേ അത് നമുക്ക്, അതായത് ഡോക്ടേഴ്സിന് കുറച്ച് പേർക്ക് ആക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത്രയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് കാണുമ്പോൾ എങ്ങനെ എടുക്കും. ഈ പറഞ്ഞ പോലെ നോർമൽ ഡെലിവറി കാണിച്ചപ്പോൾ തന്നെ പലർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ അങ്ങനെ കാണേണ്ടതാണോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് കാണിക്കേണ്ടതാണോ. അപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ എന്താ പറയാ, ചിലപ്പോൾ തലയിറങ്ങി വീഴാം, ബ്ലീഡിങ് വരാം. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അവർക്ക് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം വരും. അതായത് പ്രസവം ഇങ്ങനെ ലൈവായിട്ട് കാണേണ്ടുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തതാണ്. അതെ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്, ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. ഫേസിലിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് ആന്റിനേറ്റലി തന്നെ ക്ലാസ്സുകളിലൂടെ പറഞ്ഞ് ഇതൊക്കെയാണ് സംഭവിക്കാൻ പോണേ, നിങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ കാണണം, നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം, ഈ സമയത്ത് എന്തൊക്കെ വൈഫിന് വേണ്ടി ചെയ്യാൻ പറ്റും, അതായത് ഹെൽപ്പ് ചെയ്ത് കൈയൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കുന്നു, നട തിരുമ്പി തരുന്നു, ചീത്ത പറയുമ്പോൾ കേൾക്കുക, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതെ ഇത് മനസ്സിലാക്കി നമ്മൾ ഡെലിവറി സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു മറ്റേ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കുട്ടി വരാറാവുമ്പോൾ ഒരു കട്ടൊക്കെ കൊടുക്കും, കുറച്ച് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും, വേണമെങ്കിൽ നിങ്ങൾക്ക് കോഡ് കട്ട് ചെയ്യാം. അതൊക്കെ നമ്മളുടെ നാട്ടിലും ചെയ്യുന്നുണ്ട് അല്ലേ? ചെയ്യുന്നുണ്ട്. 2012 അല്ല, അതിന് മുന്നേ തൊട്ടേയും ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ കുറച്ചും കൂടെ ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്തു. പണ്ട് അവര് പറഞ്ഞ പോലെ ചില ഗവൺമെന്റ് സെക്രട്ടറിയൊക്കെ വർക്ക് ചെയ്യുന്ന മാഡംസ് ഒക്കെ പറയും, അതായത് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹസ്ബൻഡിനെ പുറത്ത് കാണത്തു പോലും ഇല്ല. ഇപ്പൊ അങ്ങനെയല്ല, ഇവര് ഇൻട്രസ്റ്റഡ് ആണ്, അവർക്ക് കാണണം, അവർ കൂടെ നിൽക്കണം. എന്താണ് ഇപ്പൊ ഇതൊരു അവർ പ്രഗ്നൻസി എന്നുള്ള പോലെയാണ്, നമ്മുടെ പ്രഗ്നൻസി എന്നുള്ള പോലെയാണ്, ലേഡിയുടെ പ്രഗ്നൻസി മാത്രമല്ല. അതായത് അവർ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന പെയിൻ അല്ലെന്ന്. അപ്പം മാം, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ കുടുംബാംഗങ്ങൾ, ഇപ്പൊ ഹസ്ബൻഡിന്റെ കൂടെ ഇപ്പം അമ്മ, പ്രസവിക്കുന്ന സ്ത്രീയുടെ അമ്മ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ അനിയത്തി എന്നൊക്കെ പറയുന്ന ആൾക്കാരുള്ളത് ഭയങ്കര ഒരു റിലീവിങ് ഫാക്ടർ ആണോ?
ഇറ്റ് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ. ഇപ്പം എന്നോട് പേഴ്സണലി ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഒത്തിരി ആൾക്കാർ ഞാൻ വിഷമത്തിലൂടെ കടന്നു പോകുന്നത് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കില്ല. പക്ഷെ ഓരോരുത്തരുടെ ഇതനുസരിച്ചായിരിക്കും. ചിലപ്പോൾ ആ ഒരാൾക്ക് അവരെല്ലാവരും ഉള്ളത് ഒരു സപ്പോർട്ടാണ്, അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് എന്ത് സംഭവിച്ചാലും അവരവിടെ ഉണ്ട്, അവർ എൻ്റെ ലൈഫിലെ ഒരു ബിഗ് മൊമെന്റ് വാച്ച് ചെയ്യാൻ അവരുണ്ടെന്നുള്ളത് അവർക്ക് വലിയൊരു ഹാപ്പിനെസ് ആയിരിക്കും. അത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഓൾ ഓഫ് എ സഡൻ എല്ലാവരും കൂടെ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി റെഡി ആയിരിക്കുകയല്ല. അതായത് ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു ഫാക്ടർ അതിനകത്തില്ല, ഡിപ്പെൻസ് ഓൺ ദി പേഴ്സൺ ആണ് അല്ലെ. ക്രിട്ടിസൈസ് ചെയ്യാച്ചാൽ ഇതൊരു സെമി സ്റ്റെറൈൽ ഏരിയ ആണ് ലേബർ റൂം എന്ന് പറയുന്നത്. അപ്പൊ അതിന് അഡ്വാൻറ്റേജുകളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടെ ഒരു ലേഡിയുടെ കോൺഫിഡൻസ് വലിയൊരു ഫാക്ടറാണ് നോർമൽ ഡെലിവറിക്ക് എത്തിക്കാനായിട്ട്. പക്ഷെ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് എപ്പോഴും നോർമലായി കൊള്ളണം എന്നില്ല. അതിലൂടെ പല കോംപ്ലിക്കേഷൻസും നടക്കാം. അപ്പൊ ഈ ഒത്തിരി പേര് വാച്ച് ചെയ്യുന്നത് ഈ ഡോക്ടറുടെ മുകളിലിടുന്ന അല്ലെങ്കിൽ ആ നോക്കി നിൽക്കുന്ന സ്റ്റാഫിന്റെ മേളിലിടുന്ന ഒരു സ്ട്രെസ്. അതായത് നമ്മൾ പേഷ്യന്റിനെയും ആ സിറ്റുവേഷൻ അനുസരിച്ച് മാനേജ് ചെയ്യണം. ഇത് ഇവരെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ടായിരിക്കും ഒരു പെർഫോമൻസ് വരിക, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വരിക. അപ്പൊ അത് എഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ നമ്മൾ ഇതിനെല്ലാം റെഡിയായി, ഇന്ന പ്രശ്നങ്ങൾ വരാം, അത് വരുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ സഹകരിക്കണം, അല്ലെങ്കിൽ കുറച്ച് പേര് മാറി നിന്ന് കൊടുക്കണം, സ്പേസ് ഉണ്ടാക്കണം. ഇപ്പൊ പെട്ടെന്ന് ബേബിയുടെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു നമുക്ക് എമർജൻസി സിസേറിയൻ എടുക്കേണ്ടി വരും. ഒരു സാഹചര്യം വരുമ്പോൾ ഒരു ഓട്ടവും ബഹളവും ഒക്കെ ആയിരിക്കും അവിടെ എല്ലാം റെഡി ആക്കാനും ഒക്കെ. അതൊക്കെ എല്ലാവരും ഒരു ഒരു കോഴ്സിൽ എടുക്കണമെന്നില്ല. ചിലർക്ക് സങ്കടം വരും, ചിലർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നു. ഈ എല്ലാ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇവന്റ്സിനെയും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു നോർമൽ ഡെലിവറിനെയാണ് നമ്മൾ സുഖപ്രസവം ഇത്രയും കാലം വലിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. എല്ലാവരും പറയുന്നുണ്ടല്ലോ അതിൽ സുഖം എന്ന് വിളിക്കാനൊന്നും ഇല്ലാന്ന്. അവള് ഇപ്പം പെയിൻലെസ് ഡെലിവറി ഒക്കെ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. ഞാൻ അത് ചോദിച്ചപ്പോൾ ഇപ്പം ദിയ കൃഷ്ണയുടെ കാര്യം പറയുമ്പോൾ ഒരു റെഫറൻസ് പറഞ്ഞത്, ഇപ്പം അവര് ഓൾറെഡി എപ്പിഡ്യൂറൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ്, അപ്പം അത്ര പെയിൻ ഒന്നുമില്ല. അപ്പം ഈ പ്രസവത്തിന്റെ സാഹചര്യങ്ങളിൽ, അതായത് നോർമൽ ഡെലിവറി എന്ന് ഡോക്ടർ മിക്കവാറും പറയുന്ന സാഹചര്യങ്ങളിൽ ഈ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എല്ലാവർക്കും ഇപ്പം എങ്ങനെയാ കൊടുക്കാറില്ല, എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല പെയിൻ ടോളറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം പെയിൻ ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി എപ്പിഡ്യൂറൽ എടുക്കണമെന്നേ നമ്മൾ പറയുള്ളൂ. കാരണം ആദ്യത്തെ പ്രഗ്നൻസി ആണ്, ആദ്യത്തെ ഡെലിവറി ആകുമ്പോൾ എന്തായാലും ഒരു മിനിമം 6 to 8 hours പെയിനിലിരുന്നാലേ അവർ ഡെലിവറി ആവാൻ ചാൻസ് ഉള്ളൂ. മിനിമം. ചിലപ്പോൾ അതിനും കൂടുതൽ സമയം എടുത്തു എന്നൊക്കെ വരാം. ഇത്രയും ഇന്റൻസിറ്റിയിലുള്ള ഒരു വേദന വരുമ്പോൾ അത്ര നേരം അത് സഹിച്ച് കിടക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. എല്ലാവർക്കും ഒരുപോലെ അത് സഹിക്കാൻ പറ്റണമെന്നില്ല. ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല, ചിലർ അതിനു വേണ്ടി റെഡി ആയിരിക്കും, ചിലർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അതിന്റെ ഇന്റൻസിറ്റി കൂടുമ്പം എന്താണ് ഞാൻ ചോദിക്കുന്നത്, അത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എപ്പോഴാണ് നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നത്? നമുക്ക് ഈ എപ്പിഡ്യൂറൽ കൊടുക്കണം പെയിൻ വരുമ്പോഴല്ല അത് ഡിസിഷൻ എടുക്കേണ്ടത്. അതിന് മുന്നേ തന്നെ നമ്മൾ ആന്റിനേറ്റൽ പീരീഡിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ചിലർ വന്ന് ചോദിക്കും, നമുക്ക് ഈ ഡെലിവറി പെയിൻലെസ് ഡെലിവറി എടുക്കണം, എനിക്ക് പേടിയാണ്, വേദന അല്ലെ സഹിക്കാൻ പറ്റില്ല എന്ന് നേരത്തെ പറയണം. അല്ലെങ്കിലും 9 months ഒക്കെ ആകുമ്പോൾ പലരും അവെയർ ആയിരിക്കില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴും പെയിൻലെസ് ഡെലിവറി കൺസെപ്റ്റിനെ പറ്റി ധാരണ ഇല്ലാത്തവരുണ്ട്. അപ്പൊ അവര് മാത്രല്ല, ഇപ്പൊ ഇവര് ഇത് പെയിൻലെസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയും കൂടെ അത് യെസ് പറയണമല്ലോ. ഡെഫിനറ്റ്ലി. അപ്പൊ അല്ലെങ്കിൽ 100 അഭിപ്രായങ്ങൾ വരും, അത് നടുവേദന പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ പെയിൻ എടുത്ത് പ്രസവിച്ചില്ലെങ്കിൽ കുഞ്ഞിന് പ്രശ്നം വരും, അങ്ങനെ പല കൺസെപ്റ്റ്സും ഉണ്ടാവും. അപ്പൊ ഡെഫിനറ്റ്ലി അവരെ ഒരു നേരത്തെ ഒരു വാർണിംഗ് കൊടുത്ത് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, നിങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. ഇപ്പൊ 9 months ആകുമ്പോൾ നമ്മൾ അനസ്തീഷ്യ ഡോക്ടറെ അടുത്ത് വിടും ഒരു കൗൺസിലിങ്ങിന്. നിങ്ങൾക്ക് പെയിൻലെസ് ഡെലിവറിക്ക് പെയിൻ കുറയ്ക്കാനായിട്ട് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പറഞ്ഞ എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രോബ്ലംസ്, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരതിന് സ്യൂട്ടബിൾ ആണോ എന്ന് അനസ്തെറ്റിസ്റ്റ് അസസ് ചെയ്യും. എന്തെങ്കിലും കോൺട്രാൻഡിക്കേഷൻ അത് കൊടുക്കാൻ പാടില്ലാത്ത, ഓൺ ദ സ്പോട്ട് ഡിസൈഡ് ചെയ്യുന്ന ഒരു സാധനമല്ല. ഓൺ ദ സ്പോട്ട് ഡിസൈഡ് ചെയ്യാം, പക്ഷെ അതിന് മുന്നേ ഇതെല്ലാം അറിഞ്ഞു വെക്കുന്നതാണ് നല്ലത്. അതിന് പെയിൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത്ര നേരം വേദന സഹിച്ചു പിന്നെ അത് കഴിഞ്ഞെടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ നേരത്തെ അത് ഓപ്റ്റ് ചെയ്യുക. പെയിൻ തുടങ്ങുമ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക. എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പം അത് എത്ര പെയിനിന് റെഡി, അതായത് ഞാൻ കറക്റ്റ് അല്ല, ഇപ്പൊ ഒരു 50% പെയിൻ പിന്നെ ഉള്ളൂ, അങ്ങനെയാണോ? അങ്ങനെ ഒരു ഇതുണ്ടോ നമുക്ക്? സാധാരണ ഇപ്പം ഇഫക്റ്റീവ് ആണെങ്കിൽ ഒരു 85% എങ്കിലും മിനിമം റിലീഫ് കിട്ടും നമുക്ക് പെയിന്. അത് 85% ഈ ഒരു പെയിൻ റിലീഫ് എന്ന് പറയുമ്പോൾ മിക്കവാറും എന്താ സംബന്ധിച്ചാൽ അത്ര നേരം ഇങ്ങനെ ഭയങ്കര കരഞ്ഞിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എപ്പിഡ്യൂറൽ എടുത്ത് കഴിയുമ്പോൾ ഉറങ്ങിപ്പോകും. അത്രയും റിലീഫായി അവർക്ക് അതിന്റെ ആ ഒരു സിറ്റുവേഷനിൽ എന്നുള്ളത്. അത്രയും വരെയും ഒരു ഈസാണ്. കരടുകൊണ്ട് നിൽക്കുന്നവർക്കും അപ്പൊ എളുപ്പമുണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് കൂടെ നിൽക്കുന്നു, ഈ കരഞ്ഞു വിളിക്കുന്ന ഭാര്യനെ ആശ്വസിപ്പിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്ന ഒരാളെ
കൂടെ നിൽക്കുമ്പോഴല്ലേ അവർക്കും അത്രയും സമാധാനം ഉണ്ട്. ഇത്രയും വേദന അയാൾ കടന്നു പോണത് എത്ര പേർക്ക് കണ്ടു പറ്റും എന്നുള്ളത്. ഇത്രയും ഒരു ആയാസരഹിതമാക്കുമെന്ന് ഉറപ്പായിട്ടും നമ്മൾ പറയുമല്ലോ പാർട്ട്നേഴ്സ്, ഐ മീൻ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ ആരാണോ പാർട്ട്ണർ അല്ലെങ്കിൽ ഫാമിലി. എന്നിട്ട് ഇത് എടുക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാർ? അതിനെന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? ബേസിക്കലി പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, സുഖപ്രസവിച്ചാലേ അത് അറ്റാച്ച്മെന്റ് വരുള്ളൂ, അങ്ങനെയൊക്കെ ഒരു പൊതുവെ ഒരു കൺസെപ്റ്റ്. പിന്നെ എപ്പിഡ്യൂറൽ എടുക്കുന്നതിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ, സൈഡ് എഫക്ട്സ് അങ്ങനെയൊക്കെ ഒരു എപ്പിഡ്യൂറൽ ഇപ്പൊ എല്ലാ പ്രൊസീജിയേഴ്സിനും ഞാൻ എന്നോട് ചോദിക്കും പറയാം, എല്ലാ പ്രൊസീജിയേഴ്സിനും അതിന്റെ ഇഫക്റ്റും സൈഡ് എഫക്റ്റും ഉണ്ട്. ഇപ്പൊ നമുക്ക് എപ്പിഡ്യൂറൽ എടുത്ത് ഒരു നോർമൽ ഡെലിവറി സാധിച്ചാൽ അല്ലെങ്കിൽ സിസേറിയൻ ഒഴിവാക്കാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി അതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ ഈ വേദന സഹിച്ചാലേ കുഞ്ഞുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വരുള്ളൂ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. എപ്പിഡ്യൂറൽ എടുക്കുന്ന ഒരു 100 പേരിൽ 1-2 പേർക്ക് ചിലപ്പോൾ പെയിൻ റിലീഫ് ഫുള്ളായിട്ട് കിട്ടിയില്ല എന്ന് വരാം, അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ ആക്ട് ചെയ്തില്ല എന്ന് വരാം, ചെറിയ കാലിൽ തരിപ്പ് വരാം, യൂറിൻ പോവാൻ ബുദ്ധിമുട്ട് വരാം. അതൊക്കെ ടെമ്പററി ആണ്, അല്ലാതെ മേജർ താൽക്കാലികമായി സാധ്യതകൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും യൂഷ്വലി കാണാറില്ല. ഈ നടുവിന്റെ പ്രശ്നം എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും വെറുതെ തെറ്റിദ്ധാരണ. വേദനയും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ നടുവളച്ചിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്നൊക്കെയാണല്ലോ എപ്പോഴും പറയുന്നത്. അപ്പോൾ അതിന്റെ പേരിൽ പിന്നെ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും 10 മാസം വയറ്റിൽ വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അത് പിന്നെ ബാക്ക് ടു നോർമൽ ആകാൻ എടുക്കുന്ന അത്തരം കാര്യങ്ങളെ യഥാർത്ഥത്തിലുള്ളൂ. അല്ലാണ്ട് എപ്പിഡ്യൂറൽ എടുക്കുന്നതുകൊണ്ട് നടുവിന് എക്സ്ട്രാ സ്ട്രെസ് ഇല്ല. അപ്പൊ നടുവേനപ്പൊ നമ്മള് ഇഞ്ചക്ഷൻ എടുക്കാൻ കിടക്കുന്ന സാധാരണ നമ്മൾ തണുപ്പത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന പോലെ കുറച്ചു നേരം കിടക്കാന്നുള്ളത്, അതൊരു 10-15 മിനിറ്റിൽ കിടന്നു കഴിയുമ്പോൾ ഒരു എപ്പിഡ്യൂറൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കിടക്കുന്നു. അല്ലാതെ അങ്ങനെ നടു വളച്ചു വെക്കുകയല്ല. അല്ല, നമ്മളിപ്പം ഈ വേദനാരഹിതമായ പ്രസവത്തെ പറ്റി അല്ലെങ്കിൽ എപ്പിഡ്യൂറലിനെ പറ്റി, ഇപ്പൊ എപ്പിഡ്യൂറൽ മുഴുവനും പെയിൻലെസ് അല്ല എങ്കിൽ പോലും പറയുമ്പോ ഇപ്പൊ നീയാണോ ലോകത്ത് ആദ്യമായിട്ട് പ്രസവിക്കുന്നത്, അതായത് നമ്മളോട് നേരിട്ട് ചോദിക്കുന്നവർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ദിയാടെ വീഡിയോന്റെ കീഴെ കിടക്കുന്ന കമന്റ്സിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാം. ഈ പുറത്തു നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് യഥാർത്ഥത്തില് പ്രസവം എന്താണെന്നുള്ളതിനെ പറ്റി ധാരണ ഇല്ല, നമുക്ക് അടച്ചു പറയാനും പറ്റില്ല. കാര്യം ഇഷ്ടംപോലെ സ്ത്രീ ഐഡന്റിറ്റിയിലുള്ള ആൾക്കാർ ഇത് പറയുന്നുണ്ട്. ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ പറഞ്ഞ പെയിൻ സഹിക്കുന്നത്. എന്നോട് ചോദിച്ചാൽ എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റൂല, ഞാൻ എപ്പിഡ്യൂറൽ എടുത്തിട്ട് പ്രസവിക്കാൻ തീരുമാനിക്കുകയുള്ളൂ പ്രസവമാണെങ്കിൽ എന്നുണ്ട്. പക്ഷെ അത് വേറൊരാൾക്ക് അങ്ങനെ ആയിരിക്കുകയല്ല, പെയിനൊക്കെ അത്യാവശ്യം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പം പെയിൻലെസ് എടുത്താൽ അതിന്റെ എക്സ്ട്രാ കോസ്റ്റ് വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെയും ചിലപ്പോൾ വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അല്ലാതെ നമുക്ക് പെയിൻലെസ് എടുത്തുകൊണ്ട് മേജർ ഒരു ഡിസഡ്വാൻറ്റേജ് പറയാനില്ല, കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും പറയാനില്ല. സുഖപ്രസവം എന്ന് പറയുന്നതിന്റെ സുഖവും ഇല്ല, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളതാണ്. മേജറായിട്ട് ഒരു പ്രശ്നങ്ങളും കാണില്ല. ഇപ്പൊ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ, എന്തെങ്കിലും മേജറായിട്ട് നമ്മൾ അറിയാതെ ഒന്നും പോകും. അതെ, അറിയാതെ പോകേണ്ട ഒരു കാര്യമില്ല. അതാണ് ഇപ്പം അതിന്റെ കൂടെ തന്നെ ഇപ്പം പ്രസവം എന്ന് പറയുമ്പോൾ ഉള്ള പെയിൻ എല്ലാവർക്കും, പെൺകുട്ടികൾക്കൊക്കെ തന്നെയും അവരുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ മറ്റേ സ്ത്രീത്വം, അമ്മ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പാർട്ടായിട്ട് അറിയാം. ആ പെയിനെ പറ്റി അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ദിയയുടെ വീഡിയോ വരുന്നതിന് മുമ്പും ഇപ്പൊ കുറച്ചുകൂടെ ശക്തമായിട്ട് പ്രസവിക്കാൻ ഞങ്ങളില്ല, പ്രസവിക്കുക എന്നുള്ളൊരു പരിപാടിനോട് പേടിയാണ്. ആ ഭാരം എടുക്കാൻ വയ്യ, പക്ഷെ കുട്ടി എന്നുള്ള ഭാരത്തെക്കാൾ ഉപരി പ്രസവം എന്നുള്ള പെയിൻ എടുക്കാൻ വയ്യ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് നമ്മളങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കേൾക്കുന്ന കഥകളൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 6 to 8 hours, ചിലർ 24 hours, ചിലർ 2 ദിവസം കിടന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെ പേടിച്ച് നീങ്ങേണ്ട ഒരു കാര്യമുണ്ടോ ഇതിനകത്ത്? ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇത് മാത്രമല്ല വേറെ പല ഓപ്ഷൻസും പെയിന് ഇതുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ളവരാണെങ്കിൽ ഒരു ഗ്യാസ് ഇൻഹലേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡെലിവറീനെ പേടിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതായത് കുട്ടിയെ വേണ്ടാമോ വെക്കേണ്ട പോലെ ഒന്നും ചെയ്യേണ്ട സാഹചര്യമില്ല. പിന്നെ ചിലരെ പേടിച്ചിട്ട് അത് ചിലപ്പോൾ ഡീപ് ലൈങ് എന്തെങ്കിലും അണ്ടർലൈങ് എന്തെങ്കിലും അവർക്കൊരു ട്രോമ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം ചിലർ പേടിച്ചിട്ട് വേണ്ട നമുക്ക് സിസേറിയൻ മതി എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അപ്പൊ കുറെയൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി നോക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, സിസേറിയനിലേക്ക് പോകാം. ഈ സിസേറിയനകത്ത് പേടിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ട്. അഗെയിൻ പേടിയാണ് എല്ലാത്തിനും പ്രസവമായിട്ട് ബന്ധപ്പെട്ട്. ഈ നോർമൽ ഡെലിവറിയെക്കാളും എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആണ് സിസേറിയൻ. അതുകൊണ്ടാണ് തന്നെ നോർമൽ ഡെലിവറി ഈസ് ഓൾവേസ് ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷെ ചില സാഹചര്യത്തിൽ നമുക്ക് അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ദാറ്റ് ഇസ് നോർമൽ ഡെലിവറി ഹെൽത്തി അല്ല അല്ലെങ്കിൽ റിസ്കി ആണ് എന്നൊരു സ്റ്റേറ്റ് വരുമ്പോഴാണ് സിസേറിയനിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ സിസേറിയൻ വളരെ കോമൺ സർജറിയാണ്. ഇപ്പോഴത്തെ അഡ്വാൻസസ് കൊണ്ട് ആന്റിബയോട്ടിക്സ് കൊണ്ട് ഇൻഫെക്ഷൻ റേറ്റ് കുറവാണ്, ബ്ലീഡിങ് ചാൻസ് കുറവാണ്. അങ്ങനെ പെയിൻ അറിയുന്നല്ലോ, അങ്ങനെ ആ സമയത്ത് ഇല്ലാന്നുള്ളത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻ വരുന്ന എഴുന്നേക്കാനും കിടക്കാനും ഒക്കെ പെയിൻ വരുന്ന
പറ്റുന്നുണ്ട്. അത് ദിവസങ്ങൾ എടുത്ത് കുറഞ്ഞു പോയിക്കോളും, കുറച്ച് ദിവസം കൊണ്ട് കുറഞ്ഞു പോയിക്കോളും. അല്ലാതെ ഒരു മേജർ കോംപ്ലിക്കേഷൻസ് യൂഷ്വലി അത്ര കോമൺ അല്ല, ഇല്ല എന്നല്ല, ഒരു മേ ബി 100 പേരെ എടുത്താൽ ഒരു 97 പേർക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവാറില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പെയിനിനെ പേടിച്ചിട്ട് എനിക്ക് സിസേറിയൻ മതി എന്ന് ഒപ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന പേഷ്യൻസിനോട് നമ്മള് അവരുടെ ആഗ്രഹം അതാണെന്നുള്ളതുകൊണ്ട് എന്നാ ശരി അങ്ങനെ പോയതാണെന്നാണോ ഈ സ്ട്രേറ്റവേ നമ്മള് ഓക്കെ പറയില്ല. ബിക്കോസ് അവർ മനസ്സിലാക്കിയിട്ടാണോ തീരുമാനം എടുത്തതെന്നുള്ള നമുക്ക് അറിയണമല്ലോ. എന്ത് ചെയ്താലും അതൊരു സർജറിയാണ് മേജർ സർജറി മേജർ സർജറിയാണ്, അനസ്തീഷ്യ വേണം, ലോങ് ടേം ആയിട്ട് ഇഫക്റ്റ് വരാവുന്ന പ്രശ്നങ്ങൾ വരാവുന്ന ഇതും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ള രീതിയിൽ ഇൻഡിക്കേഷനിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കണം ഇതൊക്കെയാണ് എൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. നമ്മൾ ഒരു വർഷം സിസേറിയൻ ചെയ്താൽ ഇനി അടുത്തതും മിക്കവാറും സിസേറിയനിലേക്ക് തന്നെ എൻഡ് ചെയ്യും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് ആദ്യത്തെ സിസേറിയൻ ആണെങ്കിൽ രണ്ടാമത്തെ സിസേറിയൻ ആകാനുള്ള സാധ്യത എന്നൊക്കെ ഉള്ള കൂടുതലാണ്. അങ്ങനെ പ്രസവിക്കാവുന്നവരും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് സിസേറിയൻ ഇപ്പൊ കുഞ്ഞ് തിരിഞ്ഞു വരുന്നിട്ട് ഇപ്പൊ ബ്രീച്ചിന് സിസേറിയൻ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ചാൻസ് ഉണ്ട് അടുത്ത പ്രാവശ്യം കുഞ്ഞ് തല നേരെയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷെ അത് എല്ലാവർക്കും പറ്റില്ല, എല്ലാവർക്കും പറ്റണമെന്നില്ല. നമുക്ക് എന്താ പറയാ, ട്രയൽ കൊടുക്കാവുന്ന ഒരു ലിമിറ്റഡ് ടൈം, അതായത് എല്ലാം ഓക്കെ ആണ്, എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫാക്ടറി ആണ്, ബേബി നോർമലി തല ആവറേജ് സൈസ് ബേബിയാണ്, ബേബിന് തന്നെ പെയിൻ വന്നു, പ്രോഗ്രസ് ഒക്കെ ഓക്കെ ആണ്, ഹാർട്ട് ബീറ്റ് ഓക്കെ ആണ്, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡെലിവറിക്ക് വെക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല എമർജൻസി എപ്പോൾ വേണ്ടി വന്നാലും 24 hours നമുക്ക് പെട്ടെന്ന് തിയേറ്ററിൽ കൊണ്ടുപോയി സിസേറിയൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ സെറ്റപ്പിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ നമ്മൾ പൊതുവിൽ കേൾക്കുന്ന ഒരു സ്ഥിരമായി കേൾക്കുന്ന ഒരു സാധനമാണ്, നോർമൽ ആകേണ്ടിയിരുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് സിസേറിയൻ ആക്കി വെറുതെ കാശ് തട്ടാനുള്ള പരിപാടിയായിരുന്നു എന്നൊക്കെ ഉള്ള രീതിക്ക് ഇഷ്ടംമാതിരി ഡോക്ടർ അത്ര അലിഗേഷൻസ് ഒക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ശരിക്കും സാധ്യമാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ? അങ്ങനത്തെ ഒരു എത്തിക്സ് ഉണ്ടോ? എത്തിക്കലി ചെയ്യുന്ന ആരും അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇക്കാലത്ത് നമുക്ക് പണ്ടത്തെ പോലെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് മൊമെന്റ് വരെ വെയിറ്റ് ചെയ്ത് പുഷ് ചെയ്ത് ബേബിനെ വലിച്ചെടുത്ത് ബേബിക്ക് ഇഞ്ചുറി വന്നു അമ്മയ്ക്ക് ഇഞ്ചുറി വന്നു അതൊന്നും നമുക്ക് ആരോട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഡോക്ടർ നേരത്തെ സിസേറിയൻ ചെയ്യാൻ ചോദിക്കത്തുള്ളൂ. അങ്ങനെ റിസ്ക് എടുത്തിട്ട് ഇപ്പം ആരും നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അത്രയും ഒരു എന്താ പറയാ ഷുവർ അല്ലാത്തൊരു സിറ്റുവേഷൻ വെച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാറില്ല എന്നുള്ളത്. അല്ലാതെ വെറുതെ കയറി എന്നാ കുഴപ്പമുണ്ട് ഇനിയിപ്പോ സിസേറിയൻ ചെയ്താക്കാന്ന് അങ്ങനെ ആരും ആവശ്യം വരും. അല്ല, തന്നെയല്ല ഇപ്പം നമ്മൾ ആ ഒരു സാഹചര്യത്തിലും കൺസെന്റോട് കൂടിയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇപ്പൊ മാം ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ആളുകളിൽ ഇപ്പൊ ഈ തെറ്റിദ്ധാരണയുമായി ബന്ധപ്പെട്ട് ഇപ്പം സ്കാൻ റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. 3rd മന്തിൽ സ്കാൻ ഉണ്ട്, 5th മന്തിലുണ്ട്, 7th ഉണ്ട്. ഇപ്പം പ്രസവിക്കാൻ പോകുന്നതിന് 1-2 ദിവസം മുമ്പ് വരെയൊക്കെ സ്കാൻ ചെയ്യാറുണ്ട്. അപ്പോഴൊന്നും കാണാത്ത കുഴപ്പമാണെന്നൊക്കെയാണ് മൊത്തത്തിൽ പറഞ്ഞേക്കുന്നത്. ശരിക്കും അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നത് പൂർണ്ണമായും ആ ഡോക്ടർ ആരാണോ പ്രസവത്തിന് മേൽനോട്ടം വഹിക്കുന്നത് അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്, അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു ഇതല്ലേ, അവരുടെ തീരുമാനം. നമുക്കിപ്പോ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വരേണ്ട ഒരു 1-2 സാഹചര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നില്ല. സാധാരണ നമുക്ക് ഒരു ഡയലറ്റേഷൻ ഒരു 10 സെന്റിമീറ്റർ എങ്കിലും സെർവിക്സ് വികസിച്ചാലേ കുഞ്ഞിറങ്ങി വരുള്ളൂ എന്ന്. അപ്പോൾ ചിലപ്പോൾ ഒരു 3 സെന്റിമീറ്റർ ആയിട്ട് പേഷ്യന്റ് ഒരു മണിക്കൂറുകളോളം അങ്ങനെ നിൽക്കുന്നു, സ്റ്റക്കായി നിൽക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും പ്രസവിപ്പിക്കണമല്ലോ. അപ്പോൾ നമുക്ക് സിസേറിയനിലേക്ക് തീരുമാനിക്കേണ്ടി വരും. അതിപ്പോൾ നമുക്ക് സ്കാനിലൂടെയോ അല്ലെങ്കിൽ വേറൊരു ചെക്കപ്പിലൂടെയോ നേരത്തെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ള, അല്ലെങ്കിൽ ചിലപ്പം വികസനമൊക്കെ ആവും പക്ഷെ തലയും കൂടെ ഇറങ്ങി വരില്ല. അപ്പൊ ഇതെന്താ വെയിറ്റ് ഇങ്ങനെയാണെന്ന് അല്ലെങ്കിൽ കുഞ്ഞിന്റെ കിടപ്പ് ഇങ്ങനത്തെ തല തിരിഞ്ഞിരിക്കുകയാണെന്ന് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് നോർമലി വരും എന്ന് പ്രതീക്ഷിക്കുന്നത്, ആ ഒരു നോർമൽ ലേബറിന്റെ മെക്കാനിസം അനുസരിച്ച് തിരിഞ്ഞു വരുന്നു പ്രതീക്ഷിക്കുന്നു. പക്ഷെ വേദന വന്നിട്ട് എന്തോ തിരിഞ്ഞു വരുന്നില്ല. അതും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കുറഞ്ഞു പോയി, അപ്പോൾ പുറത്തെടുക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് 80 ആയിരിക്കും, 70 ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാ വെയിറ്റ് ചെയ്യാന്ന്. അകത്ത് കിടക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥയും ഇതിന് ഭയങ്കര നിർണായകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ എല്ലാത്തിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. ഇതൊന്നും നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താ പറയാ, അതുവരെ എല്ലാം നോർമൽ ആയിരുന്നു, പിന്നെ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് സംഭവിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയാ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പല ടെസ്റ്റും ടേൺ കൊടുക്കുന്ന ഒരു എന്താ പറയാ ഒരു ത്രില്ലറാണെന്ന് പറയാൻ പറ്റും. ഡോക്ടർ, ഇപ്പൊ ഈ എപ്പിഡ്യൂറലിന്റെ കാര്യം പറയുമ്പോൾ കാര്യം പാർഷ്യൽ നമ്പനസ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് എല്ലാവർക്കും പറ്റില്ല എന്നുള്ളൊരു പ്രത്യേകിച്ച് റീസൺ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും പ്രത്യേക ചില അസുഖങ്ങൾ ചിലപ്പം ഇപ്പൊ ആസ്പിരിൻ പോലത്തെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ബ്ലീഡിങ് ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നവർക്കൊന്നും ഇതുപോലെ ഇഞ്ചക്ഷൻ ഇപ്പൊ സിസേറിയൻ ആണെങ്കിൽ പോലും സ്പൈനൽ അനസ്തീഷ്യ അവർക്ക് കൊടുക്കുകയില്ല.
കാരണം ബ്ലീഡിങ് ടെൻഡൻസി വരാനുള്ള ചാൻസുകൾ, ആസ്പിരിൻ പോലത്തെ മെഡിസിൻസ്, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ബ്ലീഡിങ് ടെൻഡൻസിയുള്ള ചില അസുഖങ്ങളുണ്ട്, കോയാഗ്ലോപ്പത്തീസ് എന്ന് പറയും. അങ്ങനെയുള്ള സ്റ്റേറ്റിലും ചിലപ്പോൾ എപ്പിഡ്യൂറൽ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അല്ലെങ്കിൽ സ്പൈനിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ, ചിലപ്പോൾ വളവോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സ്പൈൻ സർജറി കഴിഞ്ഞ ആൾക്കാരായിരിക്കും. അപ്പം അതാണ് അനസ്തെറ്റിസ്റ്റ് അസസ് ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ടോ, ഇത് കൊടുക്കാൻ പാടില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ പറ്റി പറയുമ്പം പൊതുവില് ആൾക്കാര് ഡോക്ടറെ കണ്ടാണോ ഇതിനെ ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ചൂസ് ചെയ്യുന്നത്? അത് വേണമെന്നുള്ള അവരുടെ മാത്രം താല്പര്യത്തിന്റെ പുറത്ത് ഓവർ ദ കൗണ്ടർ എടുക്കലാണോ? അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഇപ്പോഴും നിൽക്കാറുണ്ട്. അത് അഡ്വൈസബിൾ ആണോ? ഓവർ ദ കൗണ്ടർ എന്ന് പറഞ്ഞപ്പോൾ നാച്ചുറൽ മെത്തേഡ്സ്, അതെ, പിൽസ് ഒന്നും നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഡോക്ടറുടെ ഒരു ഇതില്ലാതെ എടുക്കുന്നത് അഡ്വൈസബിൾ അല്ല. ബിക്കോസ് ഇപ്പൊ നമ്മൾ ഏത് പേഷ്യന്റ് വരുവാണെങ്കിലും അവരെ അന്ന് നിങ്ങൾക്ക് ഇത് എടുത്തോന്ന് നേരെ പറയല്ലേ ചെയ്യണേ. അവരുടെ എല്ലാ ഹിസ്റ്ററി മുഴുവൻ എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ, അവരുടെ ഉദ്ദേശം എന്താ, എത്ര നാളത്തേക്കാണ് അവർ ഈ കോൺട്രസെപ്ഷൻ പ്ലാൻ ചെയ്യുന്നത്, മറ്റ് പീരിയഡ് റിലേറ്റഡ് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ, ഇതെല്ലാം അസസ് ചെയ്ത് അവരുടെ സ്യൂട്ടബിലിറ്റി അസസ് ചെയ്ത് അവർക്ക് ഓപ്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന മെത്തേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, അതിൽ നിന്ന് ചൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ എന്താ പറയുക, ഒരാൾക്ക് ഇപ്പോൾ പിൽസ് ഓക്കെ അല്ല എന്ന് വരുന്ന കണ്ടീഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ വെറുതെ വാങ്ങിച്ച് കഴിക്കുന്നത് അഡ്വൈസബിൾ അല്ല എന്നുള്ളത്. അതായത് ഗർഭനിരോധന മാർഗങ്ങൾ എടുക്കുന്നതിന് മുൻപും നമ്മൾ കുറെ കാര്യങ്ങൾ ഫാക്ടേഴ്സ് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതെ അതെ. ഈ ഹെൽത്ത് എങ്ങനെയാണ് അതായിട്ട് കണക്ട് ആയിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ഒരു സാധാരണ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ ഇപ്പം എന്താ പറയുന്നത്, ഇപ്പൊ നമുക്കിപ്പം ഒരു പില്ല് വാങ്ങിച്ചിട്ട് പില്ല് വഴി നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ എന്താ നമ്മൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പിൽസ് എങ്ങനെ കറക്റ്റ് എങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ എത്ര ദിവസത്തിൽ കഴിക്കണം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, അത് മിസ്സായി പോയി കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഉണ്ടോ, പിൽസ് കഴിക്കുന്നതുകൊണ്ട് സൈഡ് എഫക്ട്സ് വരാൻ സാധ്യതയുള്ള ആളാണോ ഞാൻ, അത് ഹിസ്റ്ററി അനുസരിച്ച് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ്, ഇപ്പോൾ BP ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുതലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഓൾറെഡി പണ്ട് ക്ലോട്ട് വന്ന ആൾ, അങ്ങനെയുള്ളവർക്കൊന്നും പിൽസ് സ്യൂട്ടബിൾ അല്ല. അത് പിൽസിൽ തന്നെ പല ടൈപ്പ് പിൽസ് ഉണ്ട്. ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന ഒരു മദർ ആണെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന പിൽസ് ആയിരിക്കില്ല യൂസ് ചെയ്യുക, വേറെ പ്രൊജസ്ട്രോൺ പിൽസ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ അതൊരു ലേ പേഴ്സണിനെ എങ്ങനെയാ അത് ചൂസ് ചെയ്യാൻ പറ്റുക ഒരു പേഷ്യന്റിനെ ഡെഫിനറ്റ്ലി. വല്ല ഗൂഗിളിലൊക്കെ ChatGPT ഒക്കെ ഇട്ട് ചോദിച്ച് എനിക്കറിയില്ല. പൊതുവിൽ അങ്ങനെ മുമ്പ് ഈ IPL പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അതൊക്കെ അങ്ങനെ ഇപ്പോഴും അങ്ങനെ അത് IPL കിട്ടുന്നുണ്ട്, ഓവർ ദ കൗണ്ടർ കിട്ടുന്നുണ്ട്. ആൾക്കാരത് വെറുതെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് വലിക്കും, ചിലർക്ക് വലിക്കില്ല. ബിക്കോസ് ആ കറക്റ്റ് സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും അവർ കഴിക്കുന്നതെന്നുള്ളത്. അതൊരു ഭാഗ്യം പോലെ ഇരിക്കത്തുള്ളൂ. ഭാഗ്യപരീക്ഷണമായി മാറും അത്, അല്ലെങ്കിൽ കൃത്യമായിട്ടല്ല നമ്മൾ എടുക്കുന്നതെങ്കിൽ. ഈ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിൽ ഇപ്പം പിൽസ് കൂടാണ്ട് ഇഞ്ചക്ഷനെ പറ്റി കേൾക്കാറുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? ഇഞ്ചെക്ഷൻസ് ഇപ്പം നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷൻസ് ആണ്. അത് 3 മാസം കൂടുമ്പോൾ എടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒത്തിരി പേര് കുറേ വർഷങ്ങളായിട്ട് എടുക്കുന്നതാണ്. ചില ബ്ലീഡിങ് പ്രോബ്ലംസിനും അത് കൊടുക്കാറുണ്ട് എന്നുള്ളത്. ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ പീരിയഡ്സിനെ സംബന്ധിച്ച് ബ്ലീഡിങ് കൂടുതലുള്ളവർക്കും അത് ഇഞ്ചെക്ഷൻ ആയിട്ട് എടുക്കാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരു സൂപ്പർവിഷന്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യേണ്ട. ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ 3 മാസത്തേക്ക് 12 വീക്സ് 12 വീക്സ് സൈസിലേക്കും മരുന്ന് ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ പ്രിവെന്റ് എഫക്ട് തീരും. ഇത്തരം, അതായത് ഇപ്പം പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും മുമ്പേ നമുക്ക് പരിചിതമായിട്ടുള്ള കോപ്പർട്ടി പോലെയുള്ള സംഭവങ്ങളാണ്. അപ്പം ഈ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകാൻ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് കോപ്പർട്ടി പോലുള്ളത് ചെമ്പാണ്, തകിടാണ്, അമ്ലമാണ്, ക്ഷാരമാണ്, ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും സയൻസ് ഉണ്ടോ? ഇല്ല, മോസ്റ്റ്ലി അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇപ്പൊ പിൽസ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്താൽ നെക്സ്റ്റ് മന്ത് തൊട്ട് തന്നെ പ്രഗ്നൻസിക്ക് ചാൻസ് വരും. പ്രോപ്പർട്ടി ആണെങ്കിലും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം തൊട്ട് തന്നെ പ്രഗ്നൻസിക്ക് ചാൻസ് വരും. ഈ ഗർഭപാത്രത്തിനകത്തുള്ള സ്വഭാവം മാറും എന്നൊക്കെ പറയുന്നതിനകത്ത് ഇല്ല, ചാക്കൂടെ ഇപ്പൊ റിസ്ക് എന്ന് പറയുന്നത്, ഇപ്പൊ കോപ്പർട്ടി ഇടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്ന് ട്യൂബിലേക്ക് ഒരു ബ്ലോക്കേജ് വരാൻ ഒരു ചെറിയ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം കുട്ടികളാകാത്തവർക്ക് നമ്മൾ സാധാരണ ഫസ്റ്റ് ലൈൻ ആയിട്ട്, അതായത് നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കോപ്പർട്ടി പറയാറില്ല. പക്ഷെ മറ്റു പ്രശ്നങ്ങൾ, ഇപ്പം പിൽസ് കഴിക്കാൻ മടിയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പിൽസ് കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് മെത്തേഡ്സ് ഒന്നും സ്യൂട്ടബിൾ അല്ലാത്തവർക്ക് അപ്പോഴും നമ്മൾ കോപ്പർട്ടി ഇടാറുണ്ട്. അവർക്ക് ഇഷ്യൂസ് ഒന്നും കാണാറില്ല. ബട്ട് ചെറിയൊരു റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ, ഇനി എങ്ങാനും വല്ല ഇൻഫെക്ഷൻ വന്ന് ട്യൂബിലേക്ക് ബ്ലോക്ക് വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഫസ്റ്റ് ലൈനായിട്ട് പറയാത്തത്. പക്ഷെ അപ്പോഴും കോപ്പർട്ടി ഇട്ടവർക്ക് അത് ഊരി കഴിഞ്ഞപ്പോൾ പ്രഗ്നൻസി ആകുന്നുണ്ട്, വിഷയം ഉണ്ടാവില്ല. അതിന് ലോങ് ടേം ആയിട്ട് പ്രഗ്നൻസി ആകണ്ടാത്ത രീതിയിൽ ഒരു മെത്തേഡിനും പ്രോബ്ലംസ് ഇല്ല. വന്ധ്യത എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു കാരണവശാലും ഒരു ഗർഭനിരോധന മാർഗങ്ങളും നമ്മൾ എത്തിക്കില്ല എന്നുള്ളതാണ്. അത്തരം തെറ്റിദ്ധാരണകൾ
ഇപ്പോഴും ഉണ്ടോ മാമിന്റെ ഒരു അനുഭവത്തിൽ അത്തരം തെറ്റിദ്ധാരണ ആൾക്കാരുണ്ടോ ഇപ്പോൾ? ഉണ്ട്. പിന്നെ നമുക്ക് ഈ കോൺട്രസെപ്റ്റീവ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വന്ന് കണ്ട് കോൺട്രസെപ്റ്റീവ് വേണമെന്ന് പറയുന്ന വളരെ എന്താ പറയാ വിരലെണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് പോകുന്നവർക്ക് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഒന്ന് കൗൺസിൽ ചെയ്ത് വിടാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ ആരും വന്ന് ഇങ്ങോട്ട് വന്ന് കോൺട്രസെപ്റ്റീവ് വേണമെന്നോ എനിക്ക് പില്ല് വേണമെന്നോ പറയുന്നവർ വളരെ ചുരുക്കം ആൾക്കാരാണ്. ഡെലിവറി കഴിഞ്ഞവർ ചിലപ്പോൾ വരാറുണ്ട് കോപ്പർട്ടി ഇടാനൊക്കെ. വരാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ നമ്മളിങ്ങനെ ഒരു ഡോക്ടറെ കാണാതെ എടുക്കുന്ന പിൽസ് ആണല്ലോ ഇങ്ങനെ കിട്ടാൻ സാധ്യതയുള്ളൂ. ഇഞ്ചക്ഷൻ ചെയ്താൽ ആ വഴിക്ക് വരില്ലല്ലോ. കോപ്പറേറ്റീവ് ആണെങ്കിലും നമുക്ക് ഒരാളുടെ സഹായം വേണം. അപ്പൊ അത്തരം പിൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട്, അതും പ്രത്യേകിച്ച് ഒരു ഡോക്ടറുടെ നിർദ്ദേശം അല്ലാതെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ ഒത്തിരി ഫാക്ടേഴ്സ് അതിൽ ചെക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഒരു കോംപ്ലിക്കേഷൻ ഭാവിയിൽ ഉണ്ടാക്കാൻ അതിന് ചാൻസ് ഉണ്ടോ? വരാം. ചിലപ്പോൾ കഴിച്ചിട്ട് കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നവരുണ്ടെന്നുള്ളത്. ഇപ്പൊ നമുക്ക് അറിയാണ്ട് ഇപ്പൊ നമുക്ക് ഇന്നൊരു പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലത്തിന് ഈ മിൽസ് കഴിക്കാൻ പാടില്ല എന്ന് അറിയാതെ കഴിച്ചിട്ട് കോംപ്ലിക്കേഷൻ ആയിട്ട് വരാമെന്നുള്ളത്. അതെന്താ നമുക്ക് എന്താ നമുക്ക് അത് പറയാനുള്ളത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഇത് കാണുന്ന ഒരു പ്രേക്ഷകർക്കാണെങ്കിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെഫിനറ്റ്ലി പിൽസ് ഒന്നും ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വെറുതെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത് അഡ്വൈസബിൾ അല്ല. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ നമുക്കിത് പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഡോക്ടർക്ക് പോലും ചിലപ്പോൾ ഒരു ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾക്ക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞൊരു കോംപ്ലിക്കേഷൻ വരുമ്പോഴാകുമ്പോൾ അറിയാം അയ്യോ ഇതിങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അറിയാം, പക്ഷെ ഇന്ന പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണണം, ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇന്ന കോംപ്ലിക്കേഷൻസ് വരാമെന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണല്ലോ വിടുകയെന്നുള്ളത്. അപ്പൊ ദാറ്റ് ഇസ് എ സേഫർ ഓപ്ഷൻ. നമുക്കിപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ലല്ലോ അതെ, അതെ, അതെ. പക്ഷെ അല്ല, എന്തെങ്കിലും കാരണങ്ങളാൽ മരിക്കുന്നവർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാം, ഇപ്പൊ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് എന്നുള്ള രീതിക്ക് ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനം കോണ്ടംസ് ആണ്. എമർജൻസി കോൺട്രസെപ്റ്റീവ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ പറ്റിയും കേൾക്കാറുണ്ട്. എന്തൊക്കെയാണ് അതിൽ വരിക? നമ്മളത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? എമർജൻസി കോൺട്രസെപ്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ റുട്ടീനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഡിസിൻ, പറഞ്ഞ പോലെ പിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ സ്കിപ്പായി പോയി, അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ കോണ്ടം യൂസ് ചെയ്തത് കോണ്ടം പൊട്ടിപ്പോയി, അല്ലെങ്കിൽ സേഫ് പീരീഡ് ആണെന്ന് വിചാരിച്ചു പക്ഷേ ഡേറ്റ് തെറ്റിപ്പോയി, അങ്ങനെ പല ഇഷ്യൂസ് കൊണ്ടും ഒരു എമർജൻസി സാഹചര്യം വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിത്തിൻ 72 hours എടുക്കാവുന്ന പില്ലാണ് ഈ ഐപിൽ എന്ന് പറയുന്നത്. അത് ഓവുലേഷൻ ഡിലേ ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓവുലേഷൻ കഴിഞ്ഞ ഒരാളത് കഴിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പൊ പലപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു ഭാഗ്യപരീക്ഷണം പോലെ എല്ലാവരും ഒന്ന് കഴിക്കും, വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഓവുലേഷൻ കഴിഞ്ഞോ ഇല്ലയോ എന്നനുസരിച്ച്. അപ്പൊ അതൊന്ന്. പിന്നെ ടാബ്ലറ്റ്, ഒരു ടാബ്ലറ്റും കൂടെ ഉണ്ട്, അത് അത്ര കോമൺ അല്ല, പക്ഷെ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു ടാബ്ലറ്റും. അത് വിത്തിൻ 5 days ആണ് അത് കഴിക്കേണ്ടത്. പിന്നെ കോപ്പർട്ടി, എമർജൻസി ആയിട്ട് കോപ്പർട്ടി ഇടുക എന്ന് പറഞ്ഞതും ഒരു ഓപ്ഷനാണ്. അവർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, അതായത് കോപ്പർട്ടി ടു ഇനി അത് കോൺട്രസെപ്റ്റീവ് ആയിട്ട് അവിടെ കിടന്നോട്ടെ എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് വിത്തിൻ 5 days. പക്ഷെ ഇത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഇത് എല്ലാ ദിവസവും എമർജൻസി ആക്കരുത് എന്ന് മാത്രം. അതിനെപ്പറ്റി എമർജൻസി സിറ്റുവേഷൻസ് ഏതാണെന്ന് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. എപ്പോഴും ഈ ഐപില്ല് കഴിക്കുക അല്ലെങ്കിൽ എപ്പോഴും ഇതുപോലെ മെഡിസിൻ കഴിക്കുക എന്ന് വെച്ചാൽ അവരുടെ മെൻസ്ട്രൽ സൈക്കിളേ ആകെ ഇറഗുലർ ആകും. ബിക്കോസ് ഹൈ ഡോസ് ഹോർമോൺസ് ആണ് ഈ കഴിക്കുന്നത്. ബാക്കി എന്ത് സാഹചര്യത്തിലും നമ്മളിപ്പോൾ ഒരു ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കുകയില്ല, അതിന് സൈഡ് എഫക്ട് ഇല്ലേന്നാ ചോദിക്കുക. പക്ഷെ ഇത് കഴിക്കുന്നതിന് ആർക്കും ഒരു പടി കാണാറില്ല. അപ്പോൾ അത് മേ ബി ഒരു ഗർഭനിരോധനം എന്നുള്ള മാത്രം പോയിന്റ് ഓഫ് വ്യൂ കാണുന്നോണ്ടായിരിക്കാം ഈ ഇതൊരു ഹോർമോണൽ സംഭവമാണെന്നുള്ള അത് സാധാരണ നമ്മളിപ്പോ ഒരു ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ഹോർമോൺ ടാബ്ലറ്റ്, അത് ഹോർമോൺ ടാബ്ലറ്റാ കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ ഇത് ഹോർമോൺ, ഹൈഡോസ് ഹോർമോൺസ് ആണ് ഈ കഴിക്കുന്നത് ആ ഓവുലേഷൻ ഡിലേ ചെയ്യാനായിട്ട്. ഒറ്റ ടാബ്ലറ്റേ കഴിക്കുന്നുള്ളൂ എന്ന് മാത്രം. പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ട് കഴിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. അതും ഭാവിയിൽ അല്ലെ, തുടർച്ചയായി കഴിക്കുകയാണെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. എന്നാണ് അതുപോലെ ഈ നമ്മുടെ ലൈംഗിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയമാണ് എനിക്ക് വേറെ ഒരു കാര്യമുള്ളത്. അതായത് ഇപ്പം പൊതുവിന് സെക്ഷൽ ഓർഗൻസിന്റെ ഹൈജീനെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ അധികവും പരസ്യങ്ങളിലും അധികം മേ ബി ഇനിയിപ്പം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അധികം കാണുന്ന സാധനങ്ങൾ അതുമായി ബന്ധപ്പെട്ട വൈപ്പുകള്, അതുപോലെ സ്പ്രേകള്, പിന്നെ ക്ലീൻ ചെയ്ത് ഹൈജീനൊക്കെ ശരീരം ക്ലീൻ ആക്കി വെക്കേണ്ടുന്നതിനെ പറ്റിയുള്ള കുറെ. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ നോക്കുമ്പോഴും ഇപ്പം സ്വാഭാവികമായിട്ടും സാധാരണക്കാർ ആദ്യം ഗൂഗിൾ ചെയ്ത് നോക്കുന്നു, അല്ലെങ്കിൽ നോക്കുമ്പം പല പല അഭിപ്രായങ്ങൾ കാണാം. ഇപ്പം ഈവൻ നമ്മളിപ്പം പ്യൂബിക് ഹെയർസ് എല്ലാം കളയേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ ചിലർ പറയും ഫുള്ള് കളഞ്ഞു വെക്കണം, ചിലർ പറയും ട്രിം ചെയ്യാനേ പാടുള്ളൂ. അത് ഇൻഫെക്ഷന് സാധ്യതയുണ്ട് രണ്ടും. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെമാതിരിയുള്ള സാധാരണക്കാർക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിനകത്ത് എങ്ങനെയാണ് മാമിന്റെ സെയിം, നമുക്കിപ്പോൾ പീരീഡിന്റെ സമയത്ത് ഒരു ലോങ് പ്യൂബിക് ഹെയർസ് ഒക്കെ ഇരിക്കുമ്പോൾ ബ്ലഡ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരാം. അതായത് ബ്ലഡൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള റിസ്ക് ഉണ്ട്. അതുകൊണ്ടാണ് ആ സമയം ആകുമ്പോഴേക്കും ട്രിം ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്.
പക്ഷെ ഷേവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമെന്ന് വെച്ചിട്ടാൽ ഈ ഹെയറിന്റെ റൂട്ടിലൊക്കെ ഇൻഫെക്ഷൻസ് വരാം. അപ്പൊ നമ്മൾ ഈ ഷേവ് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് ട്രിം ചെയ്യുകയോ ചെയ്യുമ്പോൾ ഹെയർ റൂട്ടിലൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ മുഖത്ത് ഷേവ് ചെയ്യുമ്പോൾ അവർക്ക് അറിയാലോ, ആഫ്റ്റർ ഷേവ് അപ്ലൈ ചെയ്യുമ്പോൾ നീറുന്നത് ചെറിയ ചെറിയ മുറിവുകളുള്ള ആൾ. അതേപോലെ തന്നെ ആ ഒരു ഏരിയ ഷേവ് ചെയ്യുമ്പോൾ അവിടെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവും. അതിലൂടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വരും. അപ്പൊ അതുകൊണ്ടാണ് ഷേവിങ് ഒഴിവാക്കുന്നത്. നമ്മുടെ ഉദ്ദേശം ഇത് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ട്രിംഡ് ആയിട്ടുള്ള ഒരു വേർഷനിൽ വെച്ചാലും മതി. അത് പറഞ്ഞ പോലെ ഒരു അത് സിസേഴ്സ് യൂസ് ചെയ്ത് ട്രിം ചെയ്താലും മതി. അല്ലെങ്കിൽ ട്രിമ്മർ യൂസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ ചെറിയ കട്ട്സ് ഉണ്ടാവാം. അതൊരു ഇൻഫെക്ഷന് സാധ്യത കൂടുതൽ അല്ലെ ഉണ്ടാക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഫിബിക് ഹെയർ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും വജൈന റിലേറ്റഡ് ആയിട്ടുള്ള അവിടെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻ ആകാനുള്ള ചാൻസ് കൂടുതലല്ലേ? കൂടുതലാണ്. മുറിവ് വന്നാൽ ബ്ലീഡിങ് ആവാനുള്ള ചാൻസും പ്ലസ് വെജൈനയുടെ റീജിയനിലേക്ക് ക്ലോസ് ആയിട്ട് വരുമ്പോൾ ബ്ലീഡിങ്ങിന് ചാൻസും കൂടുതലാണ്, ഇൻഫെക്ഷനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമെങ്കിൽ ചെയ്യുന്നതെങ്കിൽ ഷോർട്ടാക്കി വെച്ചാൽ മതി എന്നുള്ളത്. ട്രിം ചെയ്ത് വെക്കുന്നതിന്റെ ആവശ്യമേ ഉള്ളൂ. അതാണ് പ്രത്യേകത. അപ്പം അതിന്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മാർക്കറ്റിൽ കാണുന്ന വൈപ്സും സ്പ്രേയും ഒക്കെ, അപ്പം അതിനെപ്പറ്റി ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മറ്റേ pH വാല്യൂ നോക്കണം, ആ വാല്യൂ നോക്കണം, ഇങ്ങനെയൊക്കെ കാണാം. നമ്മൾ പറഞ്ഞ അഗൈൻ സാധാരണക്കാർക്ക് പെട്ടെന്ന് പിടികിട്ടില്ല. പക്ഷെ എങ്കിലും നമ്മൾ കൂടുതൽ വായിച്ചു പോയാൽ ചില ആൾക്കാർ അത് കംപ്ലീറ്റ്ലി ഇത് ഒഴിവാക്കണം, അത് എടുക്കണം, ഇതാകുമ്പോഴത്തേക്കും മറ്റേ ഓർഗാനിക് ആണെന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ കാണാം. സോപ്പ് ഇട്ടാൽ മതി, വെള്ളം ഒഴിച്ചാൽ മതി. അതിനകത്ത് എന്താണ് ഒരു കറക്റ്റ് അഡ്വൈസ്? ഒത്തിരി ഇപ്പൊ എല്ലാ വാഷസും എല്ലാവർക്കും സെയിം ആയിട്ട് വർക്ക് ചെയ്യണം എന്നില്ല. ചിലർക്ക് അതിലെ കണ്ടന്റ്സിന് അലർജി വന്നിട്ട് ഇൻഫെക്ഷൻസിലേക്കൊക്കെ പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി പറയാറ്, നിങ്ങൾ എന്തെങ്കിലും മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ദിവസത്തിൽ ഒരു പ്രാവശ്യം സോപ്പ് ഉപയോഗിച്ചാൽ മതി. ബാക്കിയുള്ള സമയം വെറുതെ വെള്ളം വെച്ച് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കുക. അപ്പൊ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എപ്പോഴും മോയ്സ്റ്റ് ആണ്, ഹ്യൂമിഡ് ആണ്. അപ്പൊ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ അടഞ്ഞിരുന്നിട്ട് ഈർപ്പം നിൽക്കും. പിന്നെ പലപ്പോഴും ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഇതുണ്ടാവും, ടിഷ്യൂസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല വാഷ്റൂംസ് ആയിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ പിടിച്ചു വയ്ക്കും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടാണ് റിക്കറന്റ് വെജൈനൽ ഇൻഫെക്ഷൻസ് വരുന്നത്. അപ്പം നമ്മൾ പോയിട്ട് പിന്നെയും പിന്നെയും ഈ വാഷസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്പ്രേസ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നോർമലി ഉണ്ടാവേണ്ട ആ ഒരു കവറിങ് ഉണ്ടല്ലോ, അതൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അലർജി വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഫേസ് വെക്കുന്ന പോലെ തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ട് തൊട്ട് തലോടി വെക്കേണ്ട സാധനമാണ് ഈ പ്രൈവറ്റ് ഏരിയാസ് എന്നും പറയുന്നത്. അത് നമ്മൾ ഒരു ഹാർഷായിട്ട് ഉരച്ച് കഴുകുമോ അല്ലെങ്കിൽ ഉപ്പുവെള്ളം, ഡെറ്റോള്, പല പല സാധനം, കടലമാവ്. ഇന്നലെ ഒരു പേഷ്യന്റ് വന്നിട്ട് എന്നോട് പറഞ്ഞാൽ കടലമാവ് പുരട്ടാറുണ്ട്. പക്ഷെ എന്തിനാ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകേണ്ട ഒരു കാര്യമില്ല. മയിൽ സോപ്പ് വെച്ചിട്ട് എന്തെങ്കിലും നമ്മളെ കുളിക്കാൻ നേരത്ത് വാഷ് ചെയ്യുക, അല്ലാത്ത സമയത്ത് വെറുതെ വിടുക എന്നുള്ളത്. കടലമാവ് പുരട്ടാന്നൊക്കെ പറഞ്ഞു എനിക്ക് വയ്യ. ഞാൻ തൊട്ടിപ്പോയി, കടലമാവോ? മാം, അതുപോലെ സ്കൂളുകളിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ചോദിച്ച ഹൈജീൻ മുതലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും എന്താ പറയുക, ഒരു പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം പീരിയഡ്സ് ആകുമ്പോൾ മുതലാണ് മിക്കവാറും സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള ഒരു പ്രായമാണ്. അപ്പൊ സ്കൂളുകളിൽ മുതൽ ബേസിക്കലി ഇതിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടാവേണ്ടി. പക്ഷെ സെക്ഷൽ എഡ്യൂക്കേഷന്റെ കാര്യം വരുമ്പം സ്കൂളുകളും ഇതും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിലും ഇപ്പോഴും പോകുന്നുണ്ട്. എന്താണ് മാമിന്റെ ഒരു അഭിപ്രായം? എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അതുകൊണ്ട് ഡെഫിനറ്റ്ലി എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കാം. പക്ഷേ അവർക്കിപ്പം ആ കൂടെ അറിയാവുന്ന ഗുഡ് ടച്ച് ബാഡ് ടച്ച് ആണ്. അത് കുറെ കാലമായിട്ട് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഗുഡ് ടച്ച് ബാഡ് ടച്ചിന്റെ കാര്യങ്ങൾ അറിയാം. പക്ഷേ പിള്ളേർക്ക് അതിൽ കൂടുതൽ നോളജ് ഉണ്ട്. അവരെ ബേസിക്കലി എന്തോരം വീഡിയോസ് കാണുന്നുണ്ട്, എന്തോരം ഷോർട്സ് കാണുന്നുണ്ട്, അതിൻ്റെ കൂടെ എന്തൊക്കെ ഇൻഫർമേഷൻസ് അവർ കാണുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പക്ഷേ എനിക്ക് തോന്നുന്നു സ്കൂളിലെ ടീച്ചേഴ്സും ഇതൊന്നും അവർ മാറുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എനിക്കിപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് ആകുമ്പോൾ എനിക്കറിയാം, എൻ്റെ ക്ലിനിക്കിൽ ഈവൻ +2 പഠിക്കുന്ന ആൾക്കാർ വരെ പ്രഗ്നൻസി സ്കാനിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു ക്ലിനിക്ക് നടത്തുന്നതാണ്, എനിക്കറിയാം. കാരണം അവർ വിചാരിക്കുന്ന ഞാൻ അബോർഷൻ ചെയ്യാറില്ല, പക്ഷെ ഒരു ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ അബോർഷൻ ചെയ്യാൻ സർവീസസ് അന്വേഷിച്ച് കുറേ പേര് ഇതുപോലത്തെ വരും. അതിൽ +2 പഠിക്കുന്ന, അതായത് എൻ്റെ മോനും അവരുടെ ഫ്രണ്ട്സും സംസാരിക്കുന്ന പോലെയൊക്കെ വന്നിരുന്ന് കൂളായിട്ടിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വീഡിയോ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടൊരു പെങ്കൊച്ചു വന്നു സ്കാൻ ചെയ്യാനായിട്ട്. അപ്പം അത്രയും സീരിയസ്നെസ്സേ അവർക്ക് അതിനകത്ത് ഉള്ളൂ. അപ്പം അത് ലോകം അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്, അവരതിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ അവർ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. പണ്ട് ഇപ്പൊ UK ഗേൾസിനൊക്കെ അസംബ്ലിയിൽ കോണ്ടംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വന്നൊരു വാർത്തയത്. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മുടെ കേരളവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രോബ്ലി അത് സ്കൂളിലെ ആൾക്കാർ അത്രയും അതങ്ങ് എഗ്രി ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ ലെവലിലേക്കുള്ള കുട്ടികളൊക്കെ ഇത്രയും ലൈറ്റായിട്ട് കാര്യങ്ങൾ കാണുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾ മാറി, മാം പറഞ്ഞ ഡെഫിനറ്റ്ലി മാറിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട്
സ്കൂളുകളിൽ ബേസിക് ആയിട്ട് എന്തൊക്കെ മാറ്റം വരണം എന്നാണ് അല്ലെ ബേസിക് ഡെഫിനറ്റ്ലി അവർക്ക് ഈ സെക്സ് എഡ്യൂക്കേഷൻ എല്ലാ ഈ അവരാ ഒരു ഇപ്പം മേ ബി ഫിഫ്ത്ത് സിക്സ്ത് ഒക്കെ കഴിയുമ്പോൾ തന്നെ മിക്കവാറും കുട്ടികൾക്കൊക്കെ പീരിയഡ്സ് ആകുന്നുണ്ട്. അവർ മെച്ചുവറായി. അപ്പൊ ആൺകുട്ടികളിലും ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ അപ്പോഴേ അവർക്ക് ചെറിയ തോതിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ പണ്ട് മറ്റേ നോട്ട്ബുക്ക് സിനിമ വന്നിട്ട് ഇപ്പൊ കുറെ കാലമായി. അതെ. അപ്പൊ അതൊക്കെ എത്രയോ നാൾ മുന്നേ വന്ന സിനിമയാണ്. അപ്പൊ അതൊക്കെ പണ്ട് തൊട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പോഴും നമ്മളത് ഇല്ല ഇല്ല എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഭാവിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് അത് നമ്മുടെ കുട്ടികൾക്കാണ് ദോഷം ചെയ്യുന്നത്. അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് അവരുടെ സെക്ഷൽ ആക്ടിവിറ്റി അവരുടെ പ്രിഫറൻസ് ആണ്. നമുക്കിപ്പോൾ ഇനി ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പോകരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണെന്നൊന്നും ഇനി എനിക്ക് തോന്നുന്നില്ല അതൊന്നും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം, ഹെൽത്തി എന്തൊക്കെ ഇഷ്യൂസ് വരാം, HIV വരാം, ഹെപ്പറ്റൈറ്റിസ് B വരാം, ഈ കോൺടാക്റ്റിലൂടെ എന്തൊക്കെ ഇൻഫെക്ഷൻസ് വരാം. അപ്പൊ അതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലായി. പ്രഗ്നൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയാ, അത് എന്തൊരു മെന്റൽ ട്രോമയാണ് അത് വരുന്നത്. അപ്പൊ ഇതൊക്കെ സംഭവിക്കാം, ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് ഏത് സമയത്തായിരിക്കും നമുക്ക് പോണത് സേഫ് എന്ന് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അത് ചിലപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഇപ്പൊ മൊബൈൽ ഫോൺ ഉപയോഗിച്ചപ്പോൾ ഇവർ എവിടെയാ പോകണമെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കുട്ടികൾ ഇപ്പൊ പറയുന്ന സ്ഥലത്താണോ നിൽക്കണേന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ സേഫായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ലക്ഷ്യം വെക്കുന്നത്. മാം, മൊബൈൽ ഫോണിന്റെ കാര്യം മൊബൈൽ ഫോൺ നോക്കി പ്രസവിക്കുന്ന കഥകൾ നമ്മൾ ഈ അടുത്തൂടെ കേട്ടിട്ടുണ്ട്. അത് എത്ര സുരക്ഷിതമല്ല എന്നുള്ള 100% ഉറപ്പോടുകൂടി ഞാൻ ചോദിക്കണം. മാം എങ്ങനെയാണ് അതിനെപ്പറ്റി പറയാൻ? പിന്നെ പറഞ്ഞ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് എപ്പോഴും നോർമലായി കൊള്ളണമെന്നില്ല. അതിൽ ഒരുപാട് നമ്മളെ പറയാ, നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുത്ത് ഞങ്ങളൊരു ഡെലിവറി എടുക്കുന്നത് നോർമൽ ഡെലിവറിയാണ്. സിസേറിയൻ നമുക്ക് അത്രയും ടെൻഷൻ ഇല്ല. ഞങ്ങളൊരു ഗൈനക്കോളജിസ്റ്റ് സംബന്ധിച്ച്, കാരണം ഇത്രയോ ഇന്ന സ്റ്റെപ്സ് ആണ് നടക്കാൻ പോണേ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നോർമൽ ഡെലിവറിയിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ബ്ലീഡിങ് കൂടാം, ചിലപ്പോൾ ഈ ഹെഡ് വന്നിരുന്നത് താഴോട്ട് ഇറങ്ങാതിരിക്കാം, ഇത്ര നേരം ലേബറിൽ കിടക്കുന്ന ഒരാൾ ടയേർഡായിട്ട് പോവാം, എക്സോസ്റ്റഡ് ആയിട്ട് പോവാം. അപ്പൊ ഇതെല്ലാം എന്താ പറയുക, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതൊരു മെഡിക്കൽ പേഴ്സണലിനല്ലേ അത് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് ഇത് ശരിയല്ല, ഇനി എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പൊ മിഡ് വൈഫിൽ ഡെലിവറി ചെയ്താൽ പോലും ഇപ്പൊ UK എല്ലാവരും വീട്ടിൽ ഡെലിവറി ചെയ്യുന്നു. നമ്മൾ ഈ പലപ്പോഴും നമ്മൾ കോപ്പി ചെയ്യണത് അതാണല്ലോ. അവിടെ എങ്ങനെ നടക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ഇത് എന്തായാലും ആയിക്കൂടെ എന്നുള്ളത്. പക്ഷെ അതെല്ലാം ഒരു കൺട്രോൾ സിറ്റുവേഷനിലാണ് നടക്കുന്നത്. അവിടെ ഒരു ട്രെയിൻഡ് ആള്, അതായത് ഇത് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവരെ കറക്റ്റ് റെഫർ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇൻക്ലൂഡിങ് വണ്ടി അവിടെ റെഡി ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാന്നുള്ളത്. ഇപ്പൊ അതൊന്നും ഇല്ലാതെ, ഒരു കൺട്രോൾ സിറ്റുവേഷനും ഇല്ലാതെ ഒരാളുടെ ലൈഫ്, അതായത് അമ്മേനെ കുഞ്ഞിനെ ലൈഫ് റിസ്ക് എടുക്കുന്നതിന്റെ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പ്രസവം, കോൺട്രസെപ്റ്റീവ്, അതുപോലെ ഹൈജീൻ, പിന്നെ ഒത്തിരി തെറ്റിദ്ധാരണകളും സ്കൂളുകളിൽ വേണ്ടി തുടങ്ങേണ്ട ലൈംഗിക വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. കൂടുതൽ ഇതേ വിഷയത്തിൽ സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായി, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒന്നുകൂടെ കാണാമെന്നാണ് കരുതുന്നത്. ഇത്രയും ഇൻഫർമേഷൻ തന്നതിന് സഹായിച്ചിട്ട് മാം, വെരി വെരി താങ്ക്സ്. താങ്ക് യു.